ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കാശുമോനെ സ്കൂളിൽ വിടുന്ന കുറച്ച് വിശേഷങ്ങളുമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശുമോൻ ഇന്ന് ചോറിൻ്റെ കൂടെ ക്യാബേജ് തോരനാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി രാവിലെ അങ്ങ് കറി വെക്കാമെന്ന് കരുതി. മീൻ കാശിക്ക് സ്കൂളിൽ അങ്ങനെ കൊടുത്ത് വിടാറില്ല. ഇത് നമുക്ക് വേണ്ടിയാണ് കേട്ടോ. രാവിലെ തന്നെ ജോലിയെല്ലാം അങ്ങ് ഒതുക്കിയിട്ട് പിന്നെ സിദ്ധുവിനെ നോക്കിയിരിക്കാമെന്ന് കരുതിയിട്ടാണ് രാവിലെ ജോലിയെല്ലാം തീർക്കുന്നത്. സിദ്ധു എണീറ്റിട്ടില്ല. സിദ്ധു എണീറ്റ് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ സിദ്ധു എഴുന്നേൽക്കുന്നതിന് മുമ്പേ എൻ്റെ ഒരുവിധപ്പെട്ട ജോലികളെല്ലാം ഒതുക്കി വെക്കണം. അപ്പം ഞാൻ മീൻകറി വെക്കാൻ വേണ്ടി ചട്ടിയിലോട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കൊച്ചുള്ളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് കുറച്ച് പുളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് ചട്ടിയിലോട്ട് മാറ്റണം, മൺചട്ടിയിലോട്ട് മാറ്റണേ. അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി അവർക്ക് 2 പേർക്കുള്ള പാല് കാച്ചണേ. അങ്ങനെ ഞാൻ പാല് കാച്ചാൻ വേണ്ടി പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറിക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അത് ഞാൻ ചട്ടിയിലോട്ട് മാറ്റിയിട്ട് അതിലേക്ക് മീനും ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കടലക്കറി വെക്കാൻ നേരത്തെ കേട്ടോ. കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് കടുക് വറുത്തെടുക്കണം. അതിന് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട് പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ അരിയും തേങ്ങയും ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് രാവിലെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. മാവ് നല്ല കട്ടിയായതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കടലക്കറി റെഡിയാക്കിയിട്ട് വേണം അപ്പം ചുട്ടെടുക്കാൻ വേണ്ടി. കടുക് പൊട്ടിച്ചതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് അതും ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് കടല ഇട്ടിട്ടുണ്ട്. ഞാൻ നല്ല ഇന്ന് ഇച്ചിരി കറി കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. പാലപ്പമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഇച്ചിരി കറി ഇവിടെ എല്ലാവർക്കും വേണം. അതുകൊണ്ട് ഞാൻ കറി ഇച്ചിരി ചാറോടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഗരം മസാല പൊടിച്ചത് അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കും. പിന്നെ ഞങ്ങൾക്കിവിടെ മല്ലിയില, ചിക്കൻ കറി വെക്കുകയാണെങ്കിലും സാമ്പാറിനകത്തായാലും പിന്നെ മുട്ടക്കറിക്കകത്തായാലും കടലക്കറിക്കകത്തായാലും ഞങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് വേണം. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലപ്പം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് പാലപ്പച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സിദ്ധു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധു എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലിയൊക്കെ കണക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ മീൻ കറിക്കാണെങ്കിൽ ചെറിയ പുളി ഉണ്ടായിരുന്നു. പുളി ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ 2 പുളി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കാശിക്കുള്ള മുട്ട പൊരിക്കാനും വെച്ച് പിന്നെ പാലപ്പം അങ്ങനെ വലിയ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ചെറിയ ദോശ പോലെ ഞാൻ ചുട്ടെടുത്ത്. എന്നിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. കുളിച്ചിട്ട് ഞാൻ വന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ വെള്ളമൊക്കെ കുടിക്കാറുള്ളത്. അങ്ങനെ ഇപ്പം നല്ലപോലെ വെള്ളം കുടിക്കാറുണ്ട്. കാരണം എനിക്കാണെങ്കിൽ വയറിന് നല്ല വേദനയാണ് വെള്ളം കുടിച്ചില്ലെങ്കിൽ. പിന്നെ കാശുമോനെയും കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാശുമോനെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ. ഇന്നലെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പാലപ്പം വേണമെന്ന്. പക്ഷേ പാലപ്പം ഇച്ചിരി കട്ടിയായിപ്പോയായിരുന്നു, ടൈറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് അവൻ്റെ എക്സ്പ്രഷനൊക്കെ. പിന്നെ ഞാൻ പെട്ടെന്ന് കുളിപ്പിച്ച് റെഡിയാക്കി ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് ധൃതിയിലായിരുന്നു ഇന്നെല്ലാം ചെയ്തത്. വാനാണെങ്കിൽ 8:30 വരേണ്ട വാൻ 8:20 വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അവനെ റെഡിയാക്കി അവൻ കുറേ നേരം നിന്ന് ഹോണും അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സാധാരണയാണെങ്കിൽ 8:30 ആകുമ്പോഴാണ് വരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് കുറേ കുട്ടികൾ കയറാനുണ്ട്. അവരാരും ഇന്ന് എല്ലാവരും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വാൻ നേരത്തെ വന്നതുകൊണ്ട്. പിന്നെ ഞാൻ തുണിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടുപോയി വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം കയറി വന്നിട്ട് സിദ്ധുവിന് കുറുക്കുണ്ടാക്കാൻ കരുതി. പഞ്ഞിപ്പുല്ലിൻ്റെ കുറുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ കാച്ചി വെച്ച പാലൂടി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ കുറുക്ക് റെഡിയാക്കാൻ കരുതി. കുറുക്ക് റെഡിയാവുന്ന സമയത്ത് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് പെട്ടെന്ന് കഴുകിയെടുക്കാമെന്ന് കരുതി. പിന്നെ അങ്ങനെ പാത്രങ്ങളും എല്ലാം കഴുകിയെടുത്തിട്ട് കുറച്ച് നെയ്യ് കുറുക്കിനകത്ത് ആഡ് ചെയ്യുന്നത് സിദ്ധുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നെയ്യും കൂടി ആഡ് ചെയ്ത് ഈ കുറുക്ക് അവൻ കഴിക്കുമോ എന്നറിയില്ല. പക്ഷേ എന്തായാലും ഞാനിന്ന് ഡെയിലി ഒരു തവണ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ പകുതിയും തുപ്പും. എന്നാലും ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ചെല്ലട്ടെ എന്ന് കരുതിയാണ് കുറുക്കൂടി ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുത്ത് ഇടുന്നുണ്ട്. പിന്നെ അതിന് ശേഷം
ഇന്നലെയാണെങ്കിൽ നമുക്ക് ഒരു മണി പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനിങ്ങനെ കുപ്പിയിലാക്കി അവിടെ ഇങ്ങനെ അടുക്കളയുടെ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നും ഒക്കെ ചെയ്ത് വെക്കുന്നത്. അതിന് ശേഷം കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പിന്നെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി. അങ്ങനെ ഹാള് വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോൾ സിദ്ധുവും വന്നിട്ടുണ്ട്. അവന് സിദ്ധു ഇപ്പോൾ ഫോൺ എടുക്കാൻ വേണ്ടി ഓടിയതാണ്. അവൻ ഇങ്ങനെ വന്നിട്ട് ഫോണ് തള്ളി താഴിടും. പിന്നെ ഞാൻ അവനെ കണ്ടിട്ട് പിന്നെയും തിരിച്ച് കൊണ്ടുവന്ന് നിർത്തി. അവൻ കുറച്ച് നേരം നിൽക്കത്തുള്ളൂ. പിന്നെയും അതിങ്ങനെ ഫോണിങ്ങനെ വെച്ചേക്കുന്ന കാണാൻ ഓടുവാണ്. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്നെല്ലാം ഒന്ന് തൂത്തെടുക്കുന്നുണ്ട്. വൈകുന്നേരം തുടയ്ക്കാമെന്ന് കരുതി. അന്നേരം സിദ്ധു ഉറങ്ങും അന്നേരത്തേക്ക്. അങ്ങനെ സിദ്ധു ഉണർന്നിരിക്കുമ്പം തുടയ്ക്കാൻ പറ്റത്തില്ല. കാരണം ആ നനഞ്ഞിടത്തോട്ട് കയറി നടക്കും. തെന്നി വീഴുമെന്നുള്ള പേടിയാണ്. അങ്ങനെ തെന്നി വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ സിദ്ധു ഉണർന്നിരിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ തുടയ്ക്കാറില്ല. അഥവാ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടാണ് ഞാൻ തുടച്ചിടുന്നത്. പിന്നെ ഞാൻ ഒന്ന് ക്ലീനാക്കി പോയ വിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് അവരെല്ലാം തുണിയെല്ലാം പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനെല്ലാം ക്ലീൻ ചെയ്ത് അതിന് സിദ്ധുവിനെ കുളിപ്പിക്കണം. സിദ്ധുവിന് എന്തെങ്കിലും ചുമ പോലെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ മേല് കഴുകിയെടുക്കാമെന്ന് കരുതി അങ്ങനെ സിദ്ധുവിനെ മേലൊക്കെ കഴിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഉമ്മന്നെ ഒരു ടാറ്റ കൊടുക്ക എല്ലാവർക്കും. ടാറ്റ കൊടുക്ക്. ടാറ്റ കൊടുക്ക്. ടാറ്റ കൊടുക്ക്. ടാറ്റ കൊടുക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ.